നമസ്കാരം. എക്സിക്യൂട്ടീവ് നിയമനങ്ങളിൽ അനാവശ്യ ഇടപെടൽ നടത്തിയ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് ചോദ്യം ചെയ്യുകയും തക്ക മറുപടിയും നൽകിയിരിക്കുകയാണ് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ. ഭോപ്പാലിലെ നാഷണൽ ജുഡീഷ്യൽ അക്കാദമിയിൽ നടന്ന ഒരു ചടങ്ങിൽ സംസാരിക്കവെയാണ് അദ്ദേഹം വിഷയത്തിൽ നിർണായകമായ ചോദ്യങ്ങൾ ഉയർത്തിയത്. ഈ തീരുമാനം പുനഃപരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നും CBI ഡയറക്ടർ പോലുള്ള എക്സിക്യൂട്ടീവ് നിയമനങ്ങൾ എങ്ങനെയാണ് ചീഫ് ജസ്റ്റിസിന് ഇടപെടാനാവുകയെന്നും അദ്ദേഹം ചോദിച്ചു. നമ്മുടെ രാജ്യത്തോ മറ്റേതെങ്കിലും ജനാധിപത്യത്തിലോ നിയമപ്രകാരം CBI ഡയറക്ടറെ തിരഞ്ഞെടുക്കുന്നതിൽ ചീഫ് ജസ്റ്റിസിന് എങ്ങനെ പങ്കെടുക്കാനാകും? ഇക്കാര്യമാണ് അദ്ദേഹം യോഗത്തിൽ ചോദിച്ചത്. ഏറെ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്ന ഒരു ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. അതിന് എന്തെങ്കിലും നിയമപരമായ യുക്തിയുണ്ടോ? അന്നത്തെ എക്സിക്യൂട്ടീവ് ജുഡീഷ്യൽ വിധിക്ക് വഴങ്ങിയതുകൊണ്ട് ഇത് എന്ന് എനിക്കറിയാം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഇക്കാര്യങ്ങൾ പുനഃപരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നും ഇത് തീർച്ചയായും ജനാധിപത്യവും ഒത്തുചേരലും ഏത് എക്സിക്യൂട്ടീവ് നിയമനത്തിലും നമുക്ക് എങ്ങനെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിനെ ഉൾപ്പെടുത്താനാകുമെന്നും ഉപരാഷ്ട്രപതി ചോദിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് ജുഡീഷ്യൽ ഉത്തരവിലൂടെയുള്ള എക്സിക്യൂട്ടീവ് ഭരണം ഭരണഘടനാ വിരോധാഭാസമാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എല്ലാ സ്ഥാപനങ്ങളും അവരുടെ ഭരണഘടനാ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കണം. സർക്കാർ നിയമനിർമ്മാണ സഭയോടുള്ള ഉത്തരവാദികളാണ്. ഒപ്പം വോട്ടർമാരോടും ഉത്തരവാദിത്വമുണ്ടെന്നും അദ്ദേഹം പറയുന്നു. ജുഡീഷ്യൽ പുനരവലോകനത്തിന്റെ അധികാരത്തെക്കുറിച്ച് നിങ്ങൾ ഭരണഘടനയ്ക്ക് അനുസൃതമാണ് എന്ന് ഉറപ്പിക്കുന്നതിനാൽ തന്നെ ഇത് നല്ല കാര്യമാണ്. എന്നാൽ ഭരണഘടനാ ഭേദഗതിയുടെ കാര്യത്തിൽ അത്യന്തികം ആധികാരികം പാർലമെന്റിന് തന്നെയാണെന്നും അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. നമ്മുടെ ജുഡീഷ്യൽ ശ്രേഷ്ഠത നൽകാൻ കഴിയുന്ന ഒരു ചവിട്ടുപടിയിലേക്ക് നമ്മൾ തിരിച്ചെത്തുന്നതിന് നിലവിലെ സ്ഥിതിഗതികൾ പുനരവലോകനം ചെയ്യാനാണെന്നും അദ്ദേഹം പറയുന്നു. പ്രശ്നങ്ങൾ നമ്മൾ എവിടെ കാണുന്നു എന്ന രീതിയിലും പ്രതിഫലിപ്പിക്കുന്ന ജഡ്ജിമാരെ ഒരിടത്തും കാണാൻ കഴിയില്ലെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. അതേസമയം സെലക്ഷൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം അപ്പോയിൻമെന്റ് കമ്മിറ്റിയാണ് രാജ്യത്തെ 2 വർഷത്തിൽ കുറയാത്ത കാലാവധിക്കായി CBI ഡയറക്ടർമാരെ നിയമിക്കുന്നത്. ഈ കമ്മിറ്റിയിൽ ചെയർപേഴ്സണായി പ്രധാനമന്ത്രിയും ഒപ്പം അംഗങ്ങളായി ലോക്സഭ പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാണ് ഉൾപ്പെടുന്നത്. ഇതിലാണ് ജഗദീപ് ധൻഖർ മാറ്റം ആവശ്യപ്പെടുന്നത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.